Yes, welcome to this school. Today we are going to deal with an important area in English grammar. ഇംഗ്ലീഷ് ഗ്രാമറിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരാൾക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് കോൺകോർഡ്. ആ ഒരു മേഖലയിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ, അതുമായി ബന്ധപ്പെട്ട ആൻസറുകൾ, എക്സ്പ്ലനേഷനുകൾ ഇവയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലൂടെ നമ്മൾ ഈ ടോപ്പിക്ക് സെറ്റ് ആവാൻ പോകുന്നു. അപ്പൊ എങ്ങനെ ഒരു നോട്ട്ബുക്ക് എടുക്കുക, പേന എടുക്കുക, നമ്മൾ പഠിക്കാൻ പോകുന്നു ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല കോൺകോർഡ്. എന്താണ് ഈ കോൺകോർഡ് എന്ന് ചോദിച്ചാൽ അതിന് ചില ഡെഫിനിഷൻസ് ഉണ്ട്. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ഡെഫിനിഷൻസിലൊന്നും പോകണ്ട. വളരെ സിമ്പിൾ ആയിട്ട് ടിപ്പ് ബൈ ടിപ്പ് ആയിട്ട് നമുക്ക് പഠിക്കാം. അങ്ങനെയെങ്കിൽ കോൺകോർഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ഒരു എഗ്രിമെന്റ്, ഒരു കോൺട്രാക്ട്, ഒരു ബോണ്ട്, ഒരു ട്രീറ്റി. ഇതാണ് ശരിക്കും എന്ത് കോൺകോർഡ്. ശരിക്കും പറഞ്ഞാൽ ഒരു എഗ്രിമെന്റ് എന്ന് പറഞ്ഞാലോ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാലോ അവ കണക്ട് ചെയ്യാൻ രണ്ട് പേര് വേണം. അപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ഞാൻ ഈ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി തരുമ്പോൾ നിങ്ങളിത് പഠിക്കണം, നിങ്ങൾക്കത് പ്രയോജനപ്പെടണം. അതാണ് എൻ്റെ കോൺട്രാക്ട്, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലൂടെ ഇംഗ്ലീഷിന്റെ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു പ്രീമിയം കോഴ്സ് ഉണ്ട്. ആ കോഴ്സിന്റെ രൂപ എന്ന് പറയുന്നത് 499 രൂപയാണ്. നിങ്ങൾ ആ രൂപ തരുമ്പോൾ ഈ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. അതൊരു എഗ്രിമെന്റ് ആണ്, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ രണ്ടുപേർ തമ്മിൽ ഇവിടെ ആരൊക്കെയാണ് രണ്ടുപേർ എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് സെന്റൻസിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ സബ്ജക്റ്റും വേർബും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആ കരാറിനെ, ആ എഗ്രിമെന്റിനെ, ആ കോൺട്രാക്റ്റിനെ, ആ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോൺകോർഡ്. സോ വെൽക്കം ടു ദ മെയിൻ ഏരിയ ഇംഗ്ലീഷ് ഗ്രാമറിൽ കോൺകോർഡ്. മീനിങ് ഇതാണ്: the agreement between subject and verb is called concord. എന്താണ്? ഒരു സെന്റൻസിലെ സബ്ജക്റ്റും വേർബും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്ന കരാർ. അപ്പൊ എന്താണ് ഈ സബ്ജക്റ്റ്? കുട്ടിക്കാലം മുതലേ നമ്മൾ കേൾക്കുന്ന ചിരപരിചിതമായിട്ടുള്ള ഒരു മേഖലയാണ് എന്ത്? സബ്ജക്റ്റ്. സോ യു ഹാവ് ബീൻ സ്റ്റഡിയിങ്, അല്ലേ? സോ യു ഹാവ് ബീൻ ട്രൈങ് ടു നോ വാട്ട് ഈസ് സബ്ജക്റ്റ്. സോ യു ഹാവ് ബീൻ ട്രൈങ് ടു നോ വാട്ട് ദ സബ്ജക്റ്റ് ഈസ്. എന്നാൽ സബ്ജക്റ്റ് ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ പോയിന്റ്, സബ്ജക്ട് മീൻസ് ഓൾവേസ് ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സെന്റൻസ്. ഒരു വാചകത്തിൽ, ഒരു സെന്റൻസിൽ എപ്പോഴും സബ്ജക്റ്റിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ആദ്യമായിരിക്കും, തുടക്കത്തിലായിരിക്കും കൂടുതൽ. രണ്ടാമത്തെ പോയിന്റ്, എയ്തർ എ നൗൺ ഓർ പ്രോനൗൺ. ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊന്നുകിൽ നൗൺ ആവാം അല്ലെങ്കിൽ പ്രോനൗൺ ആവാം. എന്താണ് നൗൺ എന്ന് പറഞ്ഞാൽ? ഒരാളുടെ പേരിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുക. എന്താണ് പ്രോനൗൺ? ആ പേരിനെ മറച്ചു വെച്ചിട്ട് പകരമായിട്ട് ആപ്റ്റായ അനുയോജ്യമായിട്ടുള്ള വേർഡുകൾ പ്ലേസ് ചെയ്യുന്ന വിളിക്കുന്ന പേരാണ് പ്രോനൗൺ. ഇപ്പൊ എൻ്റെ പേരാണ് ഭരത്. ആ പേരിനെ മറച്ചു വെച്ച് ഞാൻ പറയും ഐ. നിങ്ങൾക്കും പേരുണ്ട്, ആ പേരിനെ മറച്ചു വെച്ച് ഞാൻ പറയാം യു. അപ്പോൾ പേരുകളോ പേരുകൾക്ക് പകരമായി വരാവുന്ന വാക്കുകളെയാണ്, പ്രോനൗണുകളെയാണ്, നൗണുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്ജക്റ്റ് എന്ന് പറയാം. അപ്പൊ സബ്ജക്റ്റ് നൗൺ ആവാം, പ്രോനൗൺ ആവാം. മൂന്നാമത്തെ പോയിന്റ്, സബ്ജക്റ്റ് മീൻസ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ആക്ഷൻ. ഏതെങ്കിലും ഒരു പ്രവൃത്തിക്ക് ഉത്തരവാദിയായിരിക്കും, ആ പ്രവൃത്തി ചെയ്യുന്ന ആളായിരിക്കും, ആക്ഷൻ ചെയ്യുന്ന ആളായിരിക്കും എന്ത്? സബ്ജക്റ്റ്. ഈ മൂന്ന് പോയിന്റ് ഉണ്ടെങ്കിൽ സബ്ജക്റ്റ് പഠിച്ചു, നിങ്ങൾ ഓക്കെ ആയി. അപ്പൊ എന്താ സബ്ജക്റ്റ്? സെന്റൻസിന് ആദ്യം വരാം, അത് നൗൺ ആവാം, പ്രോനൗൺ ആവാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? അത് ഒരു ആക്ഷൻ ചെയ്യുന്ന ആളായിരിക്കും. ഇറ്റ് ഈസ് കോൾഡ് സബ്ജക്റ്റ്. ഇങ്ങനെയുള്ള ഈ സബ്ജക്റ്റും പിന്നെ ആരൊക്കെ തമ്മിലാണ്? വേർബും തമ്മിൽ. എന്താണ് വേർബ് എന്ന് പറഞ്ഞാൽ? അതും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് വേർബ് എന്ന് പറഞ്ഞാൽ. വേർബ് മീൻസ് ടു ഡിനോട്ട് ആൻ ആക്ഷൻ ഓർ സ്റ്റേറ്റ് ഓർ മൂഡ്. മീൻസ് നമ്മൾ ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയെ കുറിക്കുന്ന പദമാണ് വേർബ് എന്ന് പറഞ്ഞാൽ. ഓടുക, ചാടുക, പറയുക, എഴുതുക, പഠിക്കുക, പരിശീലിപ്പിക്കുക, പരിശീലിക്കുക, ഇതെല്ലാം തന്നെ എന്ത് തന്നെയാണ്? വേർബ് തന്നെയാണ്, അല്ലേ? നിങ്ങൾ ഈ ക്ലാസ് കാണുന്നു, കാണുമ്പോൾ തന്നെ നിങ്ങൾ പഠിക്കുന്നു, മറക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കുറിച്ചു വയ്ക്കുന്നു. ഇതെല്ലാം തന്നെ നാം ചെയ്യുന്ന പ്രവർത്തികളല്ലേ? ഇങ്ങനെ പ്രവർത്തിയെ കുറിക്കുന്ന പദമാണ്, അതിന് വിളിക്കുന്ന പേരാണ് വേർബ് എന്ന് പറഞ്ഞാൽ. ഗോട്ട് ഇറ്റ്? അപ്പോൾ വേർബ് മീൻസ് നെയിം ഓഫ് ആൻ ആക്ഷൻ, സ്റ്റേറ്റ് ഓർ മൂഡ്. ഇങ്ങനെ സബ്ജക്റ്റും വേർബും തമ്മിൽ ആരൊക്കെയാണ്? സബ്ജക്റ്റും വേർബും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്, ആ കോൺട്രാക്ട് ഉണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് കോൺകോർഡ്. ഇനി എന്താണ് എഗ്രിമെന്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം: എ സിംഗുലർ സബ്ജക്ട് ടേക്സ് സിംഗുലർ വേർബ്.
എ പ്ലൂറൽ സബ്ജക്ട് ടേക്സ് പ്ലൂറൽ verb. എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിലെ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ if the subject is singular, the verb should be singular. The same time, meanwhile, if the subject is plural, the verb should always be plural. It's called what? Concord. ഇവിടെ ഒരു സെന്റൻസിലെ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ verb സിംഗുലർ ആവണം. അങ്ങനെ verb സിംഗുലർ ആണോ എന്നറിയാനുള്ള വഴികളിൽ പ്രധാനപ്പെട്ടത് ആ verb എസ്സിലോ അല്ലെങ്കിൽ ഇ എസിലോ അല്ലെങ്കിൽ ഐ എസിലോ അവസാനിച്ചാൽ ആ വെർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. അപ്പോൾ ഒരു വെർബ് എസ്സിലോ ഇ എസിലോ ഐ എസിലോ അവസാനിച്ചാൽ ആ വെർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. എന്നാൽ പ്ലൂറൽ വെർബുകൾക്ക് ഈ ഒരു പ്രശ്നമില്ല. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ പ്ലൂറൽ വെർബുകളാണ് ഉള്ളത്. ആ പ്ലൂറൽ വെർബുകളെ സിംഗുലർ ആക്കുന്നത് നമ്മളാണ്, നമ്മൾ തന്നെയാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വേർബ് ഞാൻ പറയാം. ആ വേർബാണ് സ്റ്റഡി എന്ന് പറയുന്നൊരു വെർബാണ്, അല്ലേ? അല്ലെങ്കിൽ റൈറ്റ് എന്ന് പറയുന്നത് ഒരു വെർബാണ്. പ്ലേ എന്ന് പറയുന്നത് ഒരു വെർബാണ്. അപ്പോൾ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അതിന്റെ സിംഗിൾ എന്താണ്? സ്റ്റഡീസ്. റൈറ്റ് ആണെങ്കിൽ റൈറ്റ്സ്, പ്ലേ ആണെങ്കിൽ പ്ലേസ്. അപ്പോൾ സ്റ്റഡി എന്ന് പറയുന്ന വെർബ് പ്ലൂറലാണ്, റൈറ്റ് പ്ലൂറലാണ്, പ്ലേ പ്ലൂറലാണ്. ഇങ്ങനെ പ്ലൂറലായ വേർബുകളെ സിംഗുലർ ആക്കാൻ അതിനൊപ്പം എസ് അല്ലെങ്കിൽ എസ്, അതുമല്ലെങ്കിൽ IES ആഡ് ചെയ്യണം. ഇതാണ് സിംഗുലർ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാം ഒരു വേർബ് സിംഗുലർ ആണെങ്കിൽ അത് എന്തിൽ അവസാനിച്ചിരിക്കണം? എസ്സില്, ഇഎസില്, IESല്. അങ്ങനെ എപ്പോഴാണ് വേർബ് സിംഗുലർ ആയി വരുന്നത്? നമുക്ക് തന്നിരിക്കുന്ന വാചകത്തിലെ സബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കണം. ഹാവ് യു ഗോട്ട് ഇറ്റ്? ഫോർ എക്സാമ്പിൾ, ഹി റൺസ് ഫാസ്റ്റ്. ഇവിടെ ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് റൺസ് സിംഗുലർ തന്നെയാണ്. എന്നാൽ നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ദേ റൺ ഫാസ്റ്റ്, അല്ലേ? അവിടെ ദേ ആണ് സബ്ജക്റ്റ്, അത് പ്ലൂറലാണ്, അതുകൊണ്ട് വെർബ് എന്താണ്? പ്ലൂറൽ തന്നെയാണ്. അപ്പൊ നോക്ക്, ഈ റൺസ് എന്ന് പറയുമ്പോൾ സിംഗുലർ, റൺ എന്ന് പറയുന്നത് പ്ലൂറൽ. അപ്പോൾ റൺ റൺസ്, കം കംസ്, പ്ലേ പ്ലേസ്, ഗോ ഗോസ്, റൈറ്റ് റൈറ്റ്സ്, ജംപ് ജംപ്സ്, സ്റ്റഡി സ്റ്റഡീസ്. കണ്ടോ? അപ്പൊ ഏത് വെർബിലാണ് എസിൽ അവസാനിച്ചിരിക്കുന്നത്? അത് സിംഗുലർ. അപ്പൊ ആക്ച്വലി നമ്മളൊരു ഡിക്ഷണറി എടുക്കുമ്പോൾ വേർബ് എടുത്ത് നോക്കിയാൽ V1, V2, V3 ഇങ്ങനെ കാറ്റഗറി ഉണ്ട്. V1, V2, V3. അപ്പൊ വെർബിന്റെ കാറ്റഗറി ഇങ്ങനെയാണ്. സോ V1, V2, V3. ഈ V1, V2, V3 ആദ്യത്തേതാണ് നമ്മൾ ഈ പറഞ്ഞ പ്ലൂറൽ ഫോംസ്, അല്ലേ? V2വിന് പ്ലൂറലോ സിംഗുലോ എന്ന വ്യത്യാസങ്ങൾ ഇല്ല. അപ്പൊ V2 എന്ന് പറഞ്ഞാൽ വെർബിന്റെ സെക്കൻഡ് ഫോം, മറ്റൊരു പേരാണ് പാസ്റ്റ് ഫോം. പഠിച്ചല്ലോ. അപ്പൊ വെർബിന്റെ സെക്കൻഡ് ഫോമിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? പാസ്റ്റ് ഫോം. ആ പാസ്റ്റ് ഫോമിന് സിംഗുലർ പ്ലൂറൽ വ്യത്യാസങ്ങൾ ഇല്ല. അപ്പൊ എവിടെയാ സിംഗുലർ പ്ലൂറൽ വ്യത്യാസമുള്ളത്? അത് പ്രസന്റ് ടെൻസിൽ മാത്രമാണ് അങ്ങനെ ഒരു വ്യത്യാസമുള്ളത്. അതുകൊണ്ട് പ്ലൂറൽ വെർബുകൾ എല്ലായ്പ്പോഴും, V1 ഫോമുകൾ എല്ലായ്പ്പോഴും പ്ലൂറൽ ആയിരിക്കും. കൂടാതെ ആ അത്തരം പ്ലൂറലായ വെർബുകളെ സിംഗുലർ ആക്കാനുള്ള വഴി, മാർഗം എന്ന് പറയുന്നത് ആ വെർബിന് എസ്ഒ, ഇഎസ്ഒ, ISO ചേർക്കുക എന്ന് തന്നെയാണ്. ഗോട്ട് ഇറ്റ്? അപ്പൊ ഇവിടെ റൺ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ വെർബാണ്, അതിന് സിംഗുലർ ആണ് റൺസ്. അപ്പൊ എപ്പോഴാണ് റൺസ് ആയി മാറിയത്? സബ്ജക്റ്റ് സിംഗുലർ ആയപ്പോൾ. അപ്പൊ ഹി റൺസ് ഫാസ്റ്റ്, അവൻ വേഗത്തിൽ ഓടുന്നു. ദേ റൺ ഫാസ്റ്റ്, അവർ വേഗത്തിൽ ഓടുന്നു. ഗോട്ട് ഇറ്റ്? അപ്പോ സബ്ജക്റ്റ് ഹി ആണ്, ഇവിടെ ദേ ആണ്. നമ്മൾ പറഞ്ഞു പോയ എല്ലാ പോയിന്റും ഇവിടെ പാലിക്കുന്നുണ്ട്. സബ്ജക്റ്റിൽ എപ്പോഴും എവിടെ ആയിരിക്കും? സെന്റൻസിന് ആദ്യമായിരിക്കും, അല്ലേ? അത് നൗണോ പ്രൊനൗണോ ആവാം. അവിടെ ആക്ട് ചെയ്യുന്ന, ഓടുക എന്ന് പറഞ്ഞ പ്രവൃത്തി ചെയ്യുന്നത് അവനോ അല്ലെങ്കിൽ അവരോ ആണ്. ഈ 3 പോയിന്റുകൾ ഇവിടെ പാലിക്കുന്നുണ്ട് എന്നത് പോയിന്റ് തന്നെയാണ്. Got it? So here he runs fast and they run fast. So അപ്പോൾ സബ്ജക്റ്റ് സിംഗിൾ ആണെങ്കിൽ എങ്ങനെയെന്നും പ്ലൂറൽ ആണെങ്കിൽ എങ്ങനെയെന്നും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇതൊരു സിമ്പിൾ വേ ആണ് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ. നമ്മൾ പഠിക്കുന്നത് കോൺകോഡ് ആണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വി സ്കൂൾ ഇംഗ്ലീഷ് ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെയാണ്. സോ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. സോ ഹിയർ ഷീ റൈറ്റ്സ് വെൽ, they write well. നോക്കൂ, റൈറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ്, അല്ലേ? അതിൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത് റോട്ട് ആണ്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് റിട്ടൺ ആണ്. ഇത് V1 ആണ്, ഇത് V2 ആണ്, ഇത് V3 ആണ്. ഈ റോട്ട് എന്ന് പറഞ്ഞ പാസ്റ്റിന് സിംഗുലർ പ്ലൂറൽ വ്യത്യാസങ്ങൾ ഇല്ല. റിട്ടൺ എന്ന് പറയുന്നത് അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് വിശദമായി പഠിക്കാം. ഇവിടെ റൈറ്റ് എന്നതാണ് നമ്മുടെ വെർബ്. ആ റൈറ്റിനൊപ്പം നമ്മൾ എസ് ചേർത്തപ്പോൾ അല്ലെങ്കിൽ ES ചേർത്തപ്പോൾ റൈറ്റ്സ് ആയി, കാരണം സബ്ജക്റ്റ് സിംഗിൾ ആയതുകൊണ്ട്. ഇവിടെ ദേ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്, അതുകൊണ്ട് റൈറ്റ് പ്ലൂറൽ ഓൾറെഡി അവിടെ തന്നെ ഉണ്ട്. സോ ഷീ റൈറ്റ്സ് വെൽ, അവൾ നന്നായി എഴുതുന്നു. ദേ റൈറ്റ് വെൽ, അവർ നന്നായി എഴുതുന്നു. അപ്പോൾ സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് വന്നിരിക്കുന്നു. ആ ഒരു എഗ്രിമെന്റ് കറക്റ്റ് ആയി. ഇറ്റ് ഈസ് കാൾഡ് കോൺകോർഡ്. ഇനി നമുക്ക്
ക്വസ്റ്റ്യനുകൾ ചെയ്യണം, ആൻസറുകൾ കണ്ടെത്തണം, അനുബന്ധ വിവരങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് പല തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കാണ്. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്ന് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി തന്നെയാണ്. കുട്ടിക്കാലം മുതൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഗ്രാമർ അറിയില്ല, കൃത്യമായി ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഇത് കൃത്യമായി ചെയ്യാതെ, പൂർണ്ണമായും ഉൾക്കൊള്ളാതെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും? നമ്മൾക്ക് ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ എക്സാം ക്ലിയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ മേഖല തിരിച്ചറിഞ്ഞ് അതിലെ ചോദ്യങ്ങളെ കൃത്യമായി പഠിച്ച് അതിന് ആൻസറുകൾ ഇത് തന്നെയാണെന്ന് ഉറപ്പിച്ച് മുന്നേറാൻ സാധ്യമായെങ്കിൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. എങ്കിൽ സ്കോർ ചെയ്യാം. നമ്മൾ ഈ ചോദ്യങ്ങളിലേക്ക് വരാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, either the secretary or the president dash present today. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ, സോ when we meet or met such type of question, നോക്കൂ, either the secretary or the president dash present today. So here we have option am, is or was. Which one is right? Which option is apt for here? നോക്കാം. ഇവിടുത്തെ പോയിന്റ് ഞാൻ പറയാം. ഒരു വാചകത്തിൽ either or യൂസ് ചെയ്താൽ, അതുപോലെ neither nor യൂസ് ചെയ്താൽ, ഏതൊക്കെയാണ്? either ഓറോ അല്ലെങ്കിൽ neither നോറോ യൂസ് ചെയ്താൽ റൂൾ ഒരേപോലെയാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. there should be a slight difference here. The slight difference means neither nor is a negative form and the same time either or is a positive form. either or എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആണ്, neither nor നെഗറ്റീവ് ആണ്. അപ്പോൾ മീനിങ് പറയാം, either or എന്ന് പറഞ്ഞാൽ അതോ ഇതോ, അതല്ലെങ്കിൽ ഇത്, ഒന്നുകിൽ അല്ലെങ്കിൽ, ഇതൊക്കെ മീനിങ്. രണ്ട് എണ്ണം പറയും. നിങ്ങളുടെ മുമ്പിൽ ചിക്കൻ ബിരിയാണിയും ഉണ്ട്, മട്ടൻ ബിരിയാണിയും ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ഒന്നെടുക്കാം, രണ്ടും എടുക്കാൻ പറ്റത്തില്ല, ഒന്നെടുക്കാം, എങ്കിൽ either or. നിങ്ങളുടെ മുമ്പിൽ രണ്ടും കൊണ്ടുവച്ചിട്ട് രണ്ടും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സോ neither nor. കേട്ടോ? അപ്പൊ either or എന്താണ്? രണ്ട് എണ്ണം പറഞ്ഞിട്ട് അതിൽ ഒന്ന് എന്നെടുത്തു പറയാനാണ് either or. എങ്കിൽ രണ്ട് കാര്യങ്ങൾ, രണ്ട് മാറ്ററുകൾ രണ്ടെണ്ണം പറഞ്ഞിട്ട് അത് രണ്ടുമില്ല എന്ന് പറയാനാണ് neither nor. Have you got it? Yes. അപ്പോൾ നമുക്ക് നോക്കാം. either the secretary, ഒന്നുകിൽ സെക്രട്ടറി, ഓ അല്ലെങ്കിൽ the president. ഇവരിൽ ആരോ ഒരാൾ ഇന്ന് പ്രസന്റ് ആണ്, ഇന്ന് പ്രസന്റ് ആണ്. ഓക്കെ, ടുഡേ, ടുഡേ എന്ന് പറഞ്ഞ പ്രസന്റ് ആണ്. ഇനി അടുത്ത പോയിന്റ്, ഏതൊരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യനും ചെയ്യുമ്പോൾ നിങ്ങൾ അറിയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ വാചകം, ആ സെന്റൻസ് അത് ഏത് ടൈമാണ്, ഏത് കാലവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, അതിലെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ്. So very important 2 points here. The first one, we have to mention the time. The second one, we have to mention the subject. നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് അവിടുത്തെ ടൈം ആണ്. അത് കൂടാതെ എന്തും കൂടി കണ്ടെത്തണം, സബ്ജക്റ്റും കണ്ടെത്തണം. ഇവിടെ ടുഡേ എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് ടൈം ആണെന്ന് എടുത്തു പറയുന്നു. പിന്നെ സംശയം വന്നിരിക്കുന്നു, സെക്രട്ടറി ആണോ പ്രസിഡന്റ് ആണോ സബ്ജക്റ്റ്? വിച്ച് വൺ ഈസ് റൈറ്റ്? നമുക്ക് നോക്കാം, നമുക്ക് പഠിക്കാം. അപ്പൊ ഇത് ഏത് ടെൻസ് ആണ്? ഇത് പ്രസന്റ് ആണ്, ബിക്കോസ് ടുഡേ എന്ന വാക്ക് വന്നു. പക്ഷെ ടുഡേയുടെ സ്ഥാനത്ത് സോ വി യൂസ്ഡ്, നമ്മൾ ഉപയോഗിച്ചു എന്താണ്? യെസ്റ്റർഡേ എന്നായിരുന്നെങ്കിൽ അത് പാസ്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ട ഒരു സെന്റൻസ് ആണ്. ടുമാറോ എന്നായിരുന്നെങ്കിൽ അത് ഫ്യൂച്ചർ ആയിരുന്നു. അപ്പോൾ അത് പഠിച്ചു. ഇനി ആരാണ് നമ്മുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ്? either or കൊണ്ടോ neither nor കൊണ്ടോ രണ്ട് സബ്ജക്റ്റുകൾ കണക്ട് ചെയ്യുമ്പോൾ, സോ when two subjects are connected by either or and neither nor, അങ്ങനെ വന്നാൽ so we have to mention the second subject after or and nor. ഇവിടെ ഓറിനും നോറിനും ശേഷം വരുന്ന ഇത് ഏത് സബ്ജക്റ്റ് ആണോ, ഏത് പദമാണോ, ഏത് ടേം ആണോ അതാണ് നമുക്ക് ആവശ്യം. അങ്ങനെയെങ്കിൽ ഇവിടെ പ്രസിഡന്റ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ആ പ്രസിഡന്റ് എത്ര പേരുണ്ട്? ഓൺലി വൺ പേഴ്സൺ ഈസ് ഹിയർ. ഒരേ ഒരാൾ മാത്രമാണ് അവിടെ. പ്രസിഡൻസ് ഇല്ല. പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരൊറ്റ സബ്ജക്റ്റ് ഉള്ളൂ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട മേഖല, ഇതാണ് പ്രധാനപ്പെട്ട നമ്മുടെ കോർ പോയിന്റ്. ഇത് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ, ഇത് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ. അപ്പൊ ഇവിടെ നോക്കൂ, ഇത് പ്രസിഡന്റ് സിംഗുലർ ആണ്. സിംഗുലറായ എത്ര ഓപ്ഷൻ ഉണ്ട്? ഈസും ഉണ്ട്, വോസും ഉണ്ട്. ഇതിൽ വാസ് എന്ന് പറയുന്നത് പാസ്റ്റ്, ഈസ് എന്ന് പറയുന്നത് പ്രസന്റ്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഈസ് ആണ്. അപ്പൊ ഈസിന്റെ മീനിങ് എന്താണ്? ആകുന്നു. ആറിന് മീനിങ് ആകുന്നു, ആമിന്റെ മീനിങ് ആകുന്നു. ഈ മൂന്ന് പദങ്ങളുടെ മീനിങ് ആകുന്നു. അവിടെ പോയിന്റ് പറയുന്നത് ആം ഉപയോഗിക്കുന്നത് ഐയുടെ കൂടെ, ഈസ് ഉപയോഗിക്കുന്നത് സിംഗുലർ, ആർ ഉപയോഗിക്കുന്നത് പ്ലൂറൽ.
ഇത് മൂന്നും പ്രസന്റ് ടൈമാണ്. എന്ത് ടൈമാണ്? പ്രസന്റ് ടൈം. പ്രസന്റ് ടൈം മീൻസ് ഇപ്പോഴത്തെ കാര്യമാണ്. എന്നാൽ was and were, the two words meaning ആയിരുന്നു. ആയിരുന്നു എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ കാലമാണ്, അല്ലേ? യെസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ. ഇനി ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് തെറ്റില്ല. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, neither the teacher nor the students dash present. neither nor, അല്ലെ? neither nor, അതുമില്ല ഇതുമില്ല. neither nor, neither the teacher nor the students, ടീച്ചറും കുട്ടികളും പ്രസന്റ് അല്ല. പ്രസന്റ് അല്ല. ഈ വാചകത്തിൽ ടൈം പറയുന്നില്ല. ടുഡേ എന്നുണ്ടോ, ടുമാറോ എന്നുണ്ടോ, യെസ്റ്റർഡേ ഉണ്ടോ, അങ്ങനെ ഒന്നുമേ പറയുന്നില്ല. അങ്ങനെ പറയാതിരുന്നാൽ നിങ്ങൾ ആ വാചകത്തിനെ നോക്കിയിട്ട് അതൊരു 98% പ്രസന്റ് ടെൻസ് ആയിട്ട് കണക്കാക്കുക. എന്തായിട്ട് കണക്കാക്കുക? പ്രസന്റ്. അധ്യാപികയും കുട്ടികളും പ്രസന്റ് അല്ല. നെയ്തർ നോർ, ടീച്ചറും പ്രസന്റ് അല്ല, കുട്ടികളും പ്രസന്റ് അല്ല. അതിൽ ഏതാണ് കറക്റ്റ് നോക്കാം. ഇവിടെ നോറിന് ശേഷമുള്ള സ്റ്റുഡൻസ് ആണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ബിക്കോസ് അതല്ലേ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ആറ് ഉപയോഗിക്കാം, വേറെ ഉപയോഗിക്കാം. 2 കറക്റ്റ് ആണ്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ വാചകം ഏത് ടൈമാണെന്ന് നോക്കണം. ഈ വാചകം ഏത് ടൈമാണ്? ഇതൊരു പ്രസന്റ് ടൈമാണ്. ഈ പ്രസന്റ് എന്ന വാക്കുകൾ വന്നതുകൊണ്ടല്ല. ഈ വാചകത്തിൽ പാസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വാക്കും ഇല്ല. യെസ്റ്റർഡേ ഉണ്ടോ, ലാസ്റ്റ് ഉണ്ടോ, എഗോ ഉണ്ടോ, പ്രീവിയസ് ഉണ്ടോ, ഇയർലി ഉണ്ടോ? ഇല്ല. അപ്പോൾ സോ ദിസ് സെന്റൻസ് ഷുഡ് ബി കൺസിഡർഡ് ആസ് എ പ്രസന്റ് ഫോം. സോ വി ഹാവ് ടു ഓപ്റ്റ് പ്രസന്റ് ഓപ്ഷൻസ്. സോ ഹിയർ വി ഹാവ് 2 ഓപ്ഷൻസ്. ഏതൊക്കെയാ? ഈസ് ആൻഡ് ആർ. ഇത് രണ്ടുമാണ് പ്രസന്റ് ഓപ്ഷൻസ്. വാസ് ആൻഡ് വെയർ എന്താണ്? പാസ്റ്റ് ഓപ്ഷൻസ് ആണ്. അതിൽ ഇവിടെ സ്റ്റുഡൻസ് പ്ലൂറൽ ആയതുകൊണ്ട് നമുക്ക് ഏതാ കറക്റ്റ്? ആറാണ് കറക്റ്റ്. അപ്പോൾ ഏതറോറും നെയ്തനോറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഇനി ഒരു പോയിന്റ് പറയാം. ഏതറോറും നെയ്തനോറും എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ കോ റിലേറ്റീവ് കണക്റ്റിംഗ് വേർഡ്സ് ആണ്. എന്താണ് കോ റിലേറ്റീവ് കണക്റ്റിംഗ് വേർഡ്സ്? അതും പഠിച്ചല്ലോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Each of the players just given a trophy. Option is or was where. Each of the players. Each means ഓരോന്നും, ഓരോ വ്യക്തികളും. Each of the players means ഓരോ പ്ലേയേഴ്സിനും ട്രോഫി നൽകി. പ്ലേയേഴ്സ് നൽകുന്നല്ല, പ്ലേയേഴ്സിന് കൊടുത്തു എന്നാ. അത് ഓർത്തോണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പാസീവ് സ്ട്രക്ചറാണ്, പാസീവ് വോയിസ് ആണ്. എന്നെ വിളിച്ചു, എന്നോട് ചോദിച്ചു, എന്നെ കണ്ടു. അവിടെ എല്ലാം എന്നോട് ചോദിച്ചു, എന്നെ കണ്ടു, എന്നോട് പറഞ്ഞു, എന്നെ വിളിച്ചു എന്ന് പറഞ്ഞാൽ വിളിച്ച ആളാരാണെന്നോ ചോദിച്ച ആളാരാണെന്നോ കണ്ടുമുട്ടിയ ആളാരാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. അവരെക്കാൾ പ്രാധാന്യം എനിക്കാണ്. പക്ഷെ ഞാൻ പറഞ്ഞ വാചകം ഇത്രയും പാസീവ് വോയിസ് ആണ്. കണ്ടോ? എന്നെ അയച്ചു അമേരിക്കയിലേക്ക്. എൻ്റെ കമ്പനി എന്നെ അമേരിക്കയിലേക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പേര് പറഞ്ഞില്ല, കമ്പനിയിലെ ഏത് ആളാണ് എന്നെ അയച്ചെന്നും പറഞ്ഞില്ല. പക്ഷെ പറഞ്ഞു ഐ വാസ് സെൻഡ് ടു അമേരിക്ക, ഐ വാസ് കോൾഡ്, ഐ വാസ് ആസ്ക്ഡ്, ഐ വാസ് ഗിവൺ, ഐ വാസ് ഇൻവൈറ്റഡ്, ഐ വാസ് അഡ്മയർഡ്. ലൈക്ക് ഈ പറഞ്ഞ വാചകം എല്ലാം പാസീവ് വോയിസ് ആണ്. സോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട് വിസ്കൂളിൻ്റെ. അതിൽ ബേസിക് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഉണ്ട്, ദ സെയിം ടൈം അഡ്വാൻസ് ഉണ്ട്. ഈ 3 കോഴ്സുകളാണ് നമ്മളിപ്പോൾ ലൈവായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് കടക്കണമെങ്കിൽ സോ യു ക്യാൻ ജോയിൻ അറ്റ് ദ ഏർലിയസ്റ്റ്. ദ സെയിം ടൈം കുട്ടികൾക്ക് വേണ്ടി 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കിഡൂസ് എന്ന് പറഞ്ഞ പേരിൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരിപ്പോഴേ തന്നെ ഒരു ബേസിക് നോളജ് അച്ചീവ് ചെയ്യണം. എങ്കിൽ മാത്രമേ വരാൻ പോകുന്ന കാലത്ത് കോമ്പറ്റീവ് എക്സാമുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിലേക്കൊക്കെ നമുക്ക് ഒരു ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ സോ വി മസ്റ്റ് നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ അതുകൊണ്ടാണ് ഈ പറഞ്ഞത് അങ്ങനെ കോഴ്സുകൾ വിസ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ് ജസ്റ്റ് ഗിവൻ എ ട്രോഫി. ഓപ്ഷൻസ് കണ്ടു. ഏതാണ് കറക്റ്റ് എന്ന് പോകുന്നതിന് മുൻപ് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. ആ ടിപ്പ് ഇതാണ്. ഈച്ച് ഓഫ് കഴിഞ്ഞാൽ പിന്നീട് പ്ലൂറൽ നൗണേ പറയാൻ പാടുള്ളൂ. ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ്, ഈച്ച് ഓഫ് ദ ബോയ്സ്, ഈച്ച് ഓഫ് ദ ഗേൾസ്, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ്, ഈച്ച് ഓഫ് ദ ടീച്ചേഴ്സ്, ഈച്ച് ഓഫ് അങ്ങനെ പറയാറുള്ളൂ. അപ്പോൾ അതിൽ ഒന്ന്. അപ്പൊ ഈച്ച് ഓഫ് കഴിഞ്ഞാൽ പ്ലൂറലാണ്, ബഹുവചനമാണ്, എണ്ണത്തിൽ കൂടുതൽ പറയണം. അവയിൽ ഓരോന്നും എന്നെടുത്ത് പറയും, ഓരോന്നും എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി, മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈച്ച് ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ
ആ ഓരോന്നും എന്ന് പറയുമ്പോൾ ഒന്ന് എന്നാണ് പ്രാധാന്യം. അത് സിംഗുലർ ആണ്. അത് സിംഗുലർ ആയതുകൊണ്ട് ഈ വാചകത്തിലെ വേർബും സിംഗുലർ ആവണം. ഓക്കെ, അപ്പൊ സിംഗുലർ എത്ര ഓപ്ഷൻ ഉണ്ട്? ഈസുമുണ്ട്, വാസുമുണ്ട്. അതായത് ട്രോഫി നൽകി എന്നല്ലേ പറയൂ, നൽകുന്നു എന്ന് പറയുന്നതിന് അതിനേക്കാൾ നൽകി, കൊടുത്തു എന്നല്ലേ പറയാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പാസ്റ്റുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ വേണ്ടത്. അങ്ങനെ പാസ്റ്റുമായി 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മാച്ചിങ് ഏതാണ്? വാസ് ആണ്. എന്താണ് മാച്ചിങ്? വാസ് ആണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഈച്ച് ഓഫ് വന്നാൽ പിന്നീട് പ്ലൂറൽ നൗൺ വന്നു. ആ വാചകത്തിലെ മെയിൻ വെർബ് സിംഗുലർ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ സിംഗുലർ ആയ ഓപ്ഷൻ 2 ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു മീനിങ് പ്രകാരം, ആശയം പ്രകാരം അത് പാസ്റ്റ് ആയിട്ടേ പറയും. നൽകി, ട്രോഫി നൽകി എന്നല്ലേ പറയും. നൽകുന്നു എന്ന് പറയുമ്പോൾ അവിടെ അത് മെൻഷൻ ചെയ്യണം. അങ്ങനെ ഒരു പറച്ചിലില്ല അല്ലേ. നമ്മളൊന്ന് ആലോചിച്ചു, ലോജിക്ക് നോക്കിയേ, അവ കൊടുത്തു എന്നേ പറയും. അപ്പോൾ ഇവിടുത്തെ ആൻസർ തന്നെയാണ് നൽകി. അത് പാസ്റ്റ് ആണ്. അപ്പോൾ വാസ് ആണ് ആപ്റ്റ്. ഓക്കെ, ആൻസർ എന്താണ്? പാസ്റ്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, ഈച്ച് ഓഫ്, എവറി വൺ ഓഫ്, സം വൺ ഓഫ്, എനി വൺ ഓഫ്, നോ വൺ ഓഫ്, വൺ ഓഫ്, ഏതർ ഓഫ്, നെയ്തർ ഓഫ്. ഇതൊരു ക്ലൂ ആണ്. ഞാൻ ഈ പറഞ്ഞിരിക്കും, നോക്കൂ. ഈച്ച് ഓഫ്, എവറി വൺ ഓഫ്, സം വൺ ഓഫ്, എനി വൺ ഓഫ്, വൺ ഓഫ്, നോ വൺ ഓഫ്, ഏതർ ഓഫ്, നെയ്തർ ഓഫ്. ഇത്രയും എണ്ണം കഴിഞ്ഞാൽ ഇതിനെല്ലാം ശേഷം നമുക്ക് പ്ലൂറൽ ആയിട്ടുള്ള നൗണുകളോ അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള വേർഡുകളോ പറയുകയുള്ളൂ. ഇതാണ്, ഇവയ്ക്കെല്ലാം ശേഷം പ്ലൂറൽ നൗണോ പ്ലൂറൽ വേർഡേ പറയുകയുള്ളൂ. ഗോട്ട് ഇറ്റ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദാ പറയുന്നു, ഇതിനെല്ലാം ശേഷം സിംഗുലർ വെർബ് മാത്രമേ പറയാറ്. ഇതാണ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, സം വൺ ഓഫ്, എനി വൺ ഓഫ്, നോ വൺ ഓഫ്, വൺ ഓഫ്, ഏതർ ഓഫ്, നെയ്തർ ഓഫ്. ഇവയ്ക്കെല്ലാം ശേഷം പ്ലൂറൽ നൗൺ മാത്രമേ പറയാറുള്ളൂ, പ്ലൂറൽ വേർഡേ പറയാറുള്ളൂ. പക്ഷെ അതിലെ കറക്റ്റ് വെർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇതൊന്ന് കുറിച്ച് വെക്കുക, അല്ലെങ്കിൽ ഈ സ്ലൈഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുക. സോ വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, വെരി പ്രധാനപ്പെട്ട ഒരു ക്ലൂ ആണ്. ഇവയ്ക്കെല്ലാം ശേഷം പ്ലൂറൽ നൗണോ പ്ലൂറൽ വേർഡോ, വെർബ് സിംഗുലർ. പിന്നെ പ്രധാനപ്പെട്ട വേറെ നമ്മൾ ശ്രദ്ധിക്കണം, ആ വാചകം വായിച്ച് നോക്കിയിട്ട് അത് പാസ്റ്റ് ടൈമാണ് മെൻഷൻ ചെയ്തെങ്കിൽ പാസ്റ്റ് ആയ വെർബുകൾ ഉപയോഗിക്കുക, പ്രസന്റ് ടൈം ആണെങ്കിൽ പ്രസന്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഓപ്റ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, one of the students just got first rank. How or has? ഒരുപാട് ഓപ്ഷൻ നൽകിയില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഒന്ന് ചെയ്ത് നോക്കിയേ എന്താണെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ആൻസർ ഒന്ന് കമന്റ് ചെയ്ത് നോക്കിയേ. One of the students just got first rank. One of means ഒരുപാട് എണ്ണത്തിൽ ഒന്ന്. അത് 1000-ലാവാം, 10,000-ലാവാം, ലക്ഷത്തിലാവാം, കോടിയിലാവാം, 4-1-ആവാം, 3-1-ആവാം. ഒരുപാട് എണ്ണത്തിൽ ഒന്ന് എന്നെടുത്ത് പറയാനായിട്ട് യൂസ് ചെയ്യുന്ന ഫോമാണ് വൺ ഓഫ്. വൺ ഓഫ് കഴിഞ്ഞാൽ പിന്നീട് പ്ലൂറൽ ആയിട്ടുള്ള നൗണോ വേർഡോ. മെയിൻ വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ സിംഗുലർ വെർബ് ഉണ്ട്, ഏതാണത്? ഹാസ് ആണ്. പഠിച്ചു. അതായത് കുട്ടികളിൽ ഒരാൾക്ക് ഫസ്റ്റ് റാങ്ക് ലഭിച്ചു. എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഒരാൾക്ക്. വൺ ഓഫ് ദി സ്റ്റുഡൻസ്, വൺ ഓഫ് ദി സ്റ്റാർസ്, നക്ഷത്രങ്ങളിൽ ഒന്ന്. വൺ ഓഫ് ദി ഫാക്കൽറ്റീസിൽ ഒന്ന്. One of the online platforms is WeSchool. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒന്നാണ് WeSchool. ഓക്കെ, WeSchool എന്ന് പറയുന്നത് അപ്സ്കിൽ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന, 1-to-1 ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, നീറ്റിനും ജെയ്ക്കും ഒക്കെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന, ഇംഗ്ലീഷ് എലവൻറ്റ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് പ്ലാറ്റ്ഫോംസ് ഇൻ ഇന്ത്യയാണ് ഇത് WeSchool. അപ്പോൾ ഇതുപോലെ വേറെ പ്ലാറ്റ്ഫോമുകൾ കാണും. അങ്ങനെയുള്ളവയിൽ ഒന്നാണ് എന്ത്? WeSchool. ഗോട്ട് ഇറ്റ്. അപ്പോൾ ഈ പോയിന്റ് പഠിച്ചില്ലേ? എന്താ ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, my grandpa and guardian dash me always. My grandpa and guardian, എൻ്റെ ഗ്രാൻഡ്പയും ഗാർഡിയനും എന്നെ എല്ലായ്പ്പോഴും ഹെൽപ്പിംഗ്. ഓൾവേസ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും. എല്ലായ്പ്പോഴും എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ ദിവസമോ എന്നോ അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണോ ആവശ്യമായി വരുന്നത് അപ്പോഴൊക്കെയും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു ശീലവുമായി ബന്ധപ്പെടുത്തി, ഒരു ഹാബിറ്റുമായി ബന്ധപ്പെടുത്തി, ഒരു ചിരപരിചിതമായ ഒരു മാറ്ററുമായി ബന്ധപ്പെടുത്തി പറയുന്നു. ഓൾവേസ്, ഓൾവേസ്, ഓഫൻ, റെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി, റെയർലി, സെൽഡം, വൺസ്, ഡെയിലി, എവറി ഡേ അല്ലേ? കോമൺലി, ജനറലി, ഓൾട്ടർനേറ്റ്ലി, ഫ്രീക്വൻലി, ഓൾട്ടർനേറ്റ്ലി, വൺസ്. ഇങ്ങനെയുള്ള പദങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. ഞാൻ വേഗം ഒന്ന് പറഞ്ഞെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോളൂ. കോമൺലി, റെഗുലർലി, കണ്ടിന്യൂസ്ലി, ഫ്രീക്വൻലി, ഓൾട്ടർനേറ്റ്ലി, വൺസ്, ഡെയിലി, എവറി ഡേ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി, റെയർലി, സെൽഡം.
ഈ വാക്കുകൾ വന്നാൽ ആ വാചകത്തിന്റെ മാറ്റർ ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V1 ആയിരിക്കണം. എന്തായിരിക്കണം? സബ്ജക്ട് പ്ലസ് V1. വെർബിന്റെ ഫസ്റ്റ് ഫോം അടങ്ങുന്ന പോയിന്റ് ആണ് കറക്റ്റ്. അപ്പൊ ഇത് രണ്ടും കറക്റ്റ് അല്ല. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് ചോദിക്കാം. ആ മാറ്റർ ഞാൻ പറയാം. ആൻഡ് ഉപയോഗിച്ച് എന്തുപയോഗിച്ച്? ആൻഡ് എന്ന് കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ച് രണ്ട് നാമങ്ങളെ, രണ്ട് പദങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ, സോ ആൻഡ് ഈസ് യൂസ്ഡ് കണക്ട് ടു നൗൺസ്. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ മൈ എന്ന് പറയുന്ന, അവർ എന്ന് പറയുന്ന, യുവർ എന്ന് പറയുന്ന, ഓക്കെ, അതുപോലെ ഹിസ്, അതുപോലെ ഹെർ, അതുപോലെ ദെയർ, അതുപോലെ എ, അതുപോലെ ആൻഡ് ദ. അപ്പൊ ഏതൊക്കെയാ? മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ദെയർ, എ ആൻഡ് ദ. ഇവ മൂന്നും ആർട്ടിക്കിൾസ് ആണ്. ഇതെല്ലാം പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ഏതൊക്കെയാ? മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ദെയർ. ദെൻ ആർട്ടിക്കിൾസ് ആർ എ ആൻഡ് ദ. ഈ പറയുന്ന ടേമുകൾ ഈ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന രണ്ട് നാമങ്ങളുണ്ടല്ലോ, ഇവയ്ക്ക് രണ്ടിന് മുമ്പിൽ വന്നാൽ മൈ ഗ്രാൻഡ് പാ ആൻഡ് മൈ ഗാർഡിയൻ, ഓക്കെ, മൈ ഗ്രാൻഡ് പാ ആൻഡ് മൈ ഗാർഡിയൻ, മൈ ഫ്രണ്ട് ആൻഡ് മൈ കൊളീഗ്, ഇങ്ങനെ രണ്ട് സ്ഥലത്തും വന്നാൽ ഇത് രണ്ടു പേരാണ്. സോ ടു ഡിഫറെന്റ് പേഴ്സൺസ്. But at the same time, ഫസ്റ്റ് നൗണിനോടൊപ്പം മാത്രമാണ്. ഇപ്പൊ ഇവിടെ നോക്ക്, മൈ ഗ്രാൻഡ് പാ ആൻഡ് ഗാർഡിയൻ. സോ ഹിയർ വി ഹാവ് ഓൺലി വൺ. ഇവിടെ ഒന്നേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇവർ രണ്ടുപേരും ഒരാളാണ്. ഈ ഗ്രാൻഡ് പേയും ഗാർഡിയനും ഒരാളാണ്. ഇറ്റ്സ് എ സിംഗിൾ പേഴ്സൺ, ഒരു വ്യക്തി മാത്രമാണ് എന്നാണ് പോയിന്റ്. രണ്ട് സ്ഥലത്തും വന്നാൽ ടു ഡിഫറെന്റ് പേഴ്സൺസ്. ഗോട്ട് ഇറ്റ്? അങ്ങനെയെങ്കിൽ ഇത് രണ്ടുപേരും ഒരാളാണ്. അതുകൊണ്ട് ഇവിടെ സിംഗിൾ വെർബാണ് ആപ്റ്റ്. പക്ഷേ മൈ ഗ്രാൻഡ് പാ ആൻഡ് മൈ ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ ടു ഡിഫറെന്റ് പേഴ്സൺസ്. നോക്കൂ, എ പോയറ്റ് ആൻഡ് എ നോവലിസ്റ്റ്, ടു പേഴ്സൺസ്. എ പോയറ്റ് ആൻഡ് നോവലിസ്റ്റ്, ഓൺലി വൺ പേഴ്സൺസ്. എന്നാൽ വേറൊരു കാര്യം പറയട്ടെ, ഗ്രാൻഡ് പാ ആൻഡ് ഗാർഡിയൻ എത്ര പേരുണ്ട്? ഗ്രാൻഡ് പാ ആൻഡ് ഗാർഡിയൻ രണ്ടു പേർ. പോയറ്റ് ആൻഡ് ക്രിട്ടിക് രണ്ടു പേർ. പക്ഷെ എപ്പോഴാണ് മാറുന്നത് മനസ്സിലായോ? അതിനു മുമ്പിൽ ആർട്ടിക്കിൾസ് പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അത് ആവർത്തിക്കുന്നുണ്ട് നോക്കുക, എന്നിട്ട് ഓപ്റ്റ് ചെയ്യും. ഇവിടെ എന്താണ്? രണ്ടുപേരും ഒരാളാണ്. അതുകൊണ്ട് റൈറ്റ് ആൻസർ തന്നെയാണ് ഹെൽപ്സ് ആണ്. അങ്ങനെ ഹെൽപ്സ് വന്നു പിടികിട്ടിയല്ലോ. യെസ്. അപ്പോൾ ഓൾവേസിന്റെ ഒക്കെ റൂള് ഓക്കെ ആണല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 months dash enough time to study English. ഇപ്പോഴൊക്കെ നമുക്കറിയാം, ഒരുപാട് അഡ്വർടൈസ്മെന്റ് പറയും 3 മാസം അത് ഇംഗ്ലീഷ് പഠിക്കാനും. ശരിക്കും പറഞ്ഞാൽ വിസ്കൂളിന്റെ 3 മാസം വാലിഡിറ്റിയുള്ള ഒരു ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട്. ആ 3 മാസം മതി ഗ്രാമർ A to Z പഠിച്ചിരിക്കും. സോ അവർ ഗ്യാരണ്ടി, മൈ ഗ്യാരണ്ടി എന്താണ്? 3 months, 3 മാസം. ഈ 3 മാസം, 6 മാസം, 1 വർഷം, 1 നൂറ്റാണ്ട് എന്ന് പറയുന്ന ടൈമാണ് അല്ലേ? ടൈമാണ്. അപ്പോൾ 6 കിലോമീറ്റർ, 6 മൈൽ എന്ന് പറഞ്ഞാൽ എന്താണത്? ഡിസ്റ്റൻസ് ആണ്. 165 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാലോ, 4 ഇഞ്ചെന്നോ 8 ഇഞ്ചെന്നോ 10 ഇഞ്ചെന്നൊക്കെ പറഞ്ഞാൽ അത് എന്താണ്? ഹൈറ്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ടൈം, ഡിസ്റ്റൻസ്, ഹൈറ്റ്. ദ സെയിം ടൈം വെയിറ്റ്, ഭാരം പറയുമ്പോൾ 10 കണക്കിന് കിലോഗ്രാമിലൊക്കെ പറയാം. അപ്പോൾ ടൈം, ഡിസ്റ്റൻസ്, ഹൈറ്റ്, വെയിറ്റ്. അതുപോലെ എമൗണ്ട് ഓഫ് ടൈം, എമൗണ്ട് ഓഫ് മണി. എന്താണ്? എമൗണ്ട് ഓഫ് മണി. അപ്പോൾ ഏതൊക്കെയാ? ടൈം, ഡിസ്റ്റൻസ്, ഹൈറ്റ്, വെയിറ്റ്, എമൗണ്ട് ഓഫ് മണി. അതുപോലെ ക്വാണ്ടിറ്റി. എന്താണ്? ക്വാണ്ടിറ്റി, അളവില്ലേ? ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളം, ഹാഫ് അല്ലേ? അല്ലെങ്കിൽ അതിലെ 1/4 ഭാഗം, 3/1, 2/1, അല്ലെങ്കിൽ 4/1 എന്നൊക്കെ പറയാറില്ലേ? ഇങ്ങനെ വരുമ്പോഴാണ് ക്വാണ്ടിറ്റി പറയുക. അപ്പോൾ അതൊക്കെയാ ടൈം. ടൈം എന്ന് പറയുമ്പോൾ അത് മിനിറ്റിലോ, മണിക്കൂറിലോ, സെക്കൻഡിലോ, ആഴ്ചയിലോ, മാസത്തിലോ, വർഷത്തിലോ ഒക്കെ പറയാം. അപ്പൊ ടൈം, ഡിസ്റ്റൻസ്, ഹൈറ്റ്, വെയിറ്റ്, എമൗണ്ട് ഓഫ് മണി ആൻഡ് ദ സെയിം ടൈം ദ ലാസ്റ്റ് വൺ ഈസ് ക്വാണ്ടിറ്റി. ഇത് പറയുമ്പോൾ ഇതിന് ശേഷം സോ വി മസ്റ്റ് യൂസ് സിംഗുലർ വെർബ്. എന്തുപയോഗിക്കണം? സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. ഇവിടെ സിംഗുലർ വെർബ്സ് ഏതൊക്കെയാ? ഈസ് മാത്രമേ അല്ല, ഈസും വാസുമുണ്ട്. ഈ വാചകം ഒരു പ്രസന്റ് ടൈമുമായിട്ടാണ് യോജിക്കുന്നത്. മനസ്സിലായോ? എന്താ കാര്യം? പാസ്റ്റുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല. അത് മാത്രമല്ല പറയുന്നത് 3 മാസക്കാലം മതി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രസന്റ് ടൈമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ്? ഈസാണ്. അവിടെ 3 months ആയാലും 4 months ആയാലും 6 months ആയാലും 2 years ആയാലും എന്ത് വന്നാലും അവിടെ എന്ത് വരുള്ളൂ? സിംഗുലർ വെർബ് മാത്രമേ പറയുള്ളൂ. ഓക്കെ, so we can move next question. A bouquet of roses just placed on the table.
A bouquet of roses that's placed on this table. So here we have options where have been and was. A bouquet of roses means പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഒരു ബൊക്കറ്റ്. നമ്മൾ പൂക്കൾ കൊണ്ട് ബൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ? പിന്നെ ഗാർലൻഡ്, മാലയായിട്ടിടും, ഗാർലൻഡ് കൊടുക്കാറുണ്ട്. പിന്നെ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. ബഞ്ച് ഓഫ്, അതായത് ഈ പൂക്കൾ നമ്മളൊരു താലത്തിൽ ഒരു അല്ലേ വെച്ച് നമ്മൾ ടെമ്പിൾസിലൊക്കെ പോകുമ്പോൾ കൊടുക്കാറുണ്ട്. പിന്നെ റീത്തായിട്ട് യൂസ് ചെയ്യാറുണ്ട്, റീത്ത് അല്ലേ? അപ്പോൾ ഏതൊക്കെയാ? ബൊക്കേറ്റ് ഓഫ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ബൊക്കേറ്റ് ഓഫ് റോസസ് ഹിയർ പറഞ്ഞു, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, ബഞ്ച് ഓഫ് റോസസ്, garland of flowers and garland of roses, and the last one wreath of flowers, wreath of roses. അപ്പോൾ ഇതൊരു കളക്റ്റീവ് നൗണിൻ്റെ പോയിന്റ്, കളക്റ്റീവ് നൗൺ. അപ്പോൾ കുറേ കാര്യങ്ങളുടെ ഒരു കളക്ഷൻ. അധ്യാപകരുടെ കൂട്ടം, ജഡ്ജസിൻ്റെ കൂട്ടം, മജിസ്ട്രേറ്റ്സിൻ്റെ കൂട്ടം, മ്യൂസിഷ്യൻസിൻ്റെ കൂട്ടം, ഇങ്ങനെ ഗ്രൂപ്പ് പറയല്ലേ, ആ കളക്ഷൻ പറയും. പെൺകുട്ടികളുടെ കൂട്ടം, ഇങ്ങനെ ഗ്രൂപ്പുകൾ. ഈ കളക്ഷന്, ഈ കളക്റ്റീവിൻ്റെ പ്രത്യേകമായ ടൈം പറയും. ഇപ്പം മത്സ്യമാണെങ്കിൽ മത്സ്യത്തിനൊരു പേരുണ്ട്, അതാണ് എന്താ പറയുക? സ്കൂൾ ഓഫ് ഫിഷ്. എന്താണ്? സ്കൂൾ ഓഫ് ഫിഷ്. അല്ലെങ്കിൽ ഷോൾ ഓഫ് ഫിഷ്, SHOAL, ഷോൾ ഓഫ് ഫിഷ്. അപ്പോൾ ഇങ്ങനെയുള്ള കളക്റ്റീവ് പറയുമ്പോൾ ഈ കളക്റ്റീവിനോടിന് ശേഷം നമ്മൾ സിംഗുലറേ പറയാവൂ. സോ സിംഗുലർ വെർബ് മസ്റ്റ് ബി യൂസ്ഡ് ആഫ്റ്റർ കളക്ട് നൗൺസ്. ഇതാണ് സിംഗുലർ വെർബ് മാത്രമേ പറയാവൂ കളക്റ്റീവ്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ പറയുന്നു, നിങ്ങൾ എഴുതുന്ന എക്സാമുകൾക്കോ നിങ്ങൾ വായിക്കുന്ന ബുക്കുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം. എന്താണ്? കളക്റ്റീവ് നൗൺ കഴിഞ്ഞാൽ സിംഗുലർ വെർബ് മാത്രമേ പറയാവൂ. അങ്ങനെയെങ്കിൽ സോ ഹിയർ വി ഹാവ് ഓൺലി വൺ സിംഗുലർ വെർബ്സ്. അതേത് മാത്രമാണ്? വാസ് ആണ്. ഹാവ് ബീനും ആറും വേറും ഒക്കെ പ്ലൂറലാണ്. നമ്മുടെ ആൻസർ എന്തായിരിക്കും? നമ്മുടെ ആൻസർ വാസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത്, നമ്മൾ പഠിച്ചത് കോമ്പറ്റീറ്റീവ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ. അതെന്തുമായി ബന്ധപ്പെട്ട്? കൺകോർഡുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചത്, പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ നന്നായിട്ടത് റിവൈസ് ചെയ്യുക, വരാൻ പോകുന്ന എക്സാം അപ്ലൈ ചെയ്യുക. സോ ഷുവർലി യു വിൽ വിൻ. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രീമിയം ഇംഗ്ലീഷ് കോഴ്സാണ്. 30 days കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം, അല്ല പഠിക്കും. ഓക്കെ, സോ എനിവേ നന്നായി പ്രിപ്പയർ ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. ഓക്കെ.